ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. ഒരു വക്കീലിൻ്റെ അച്ഛൻ്റെ കഴുത്ത് അറുത്ത് പാൻക്രിയാസ് ഡാമേജ് ആവുന്നൊക്കെ രീതിയിൽ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റലിലാണ്, മരിച്ചിട്ടില്ല. ഇത് നടക്കുന്നത് എറണാകുളത്താണ്. ഇന്നലെയാണ് നടന്ന സംഭവം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന വക്കീലിൻ്റെ അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ചത്, കൊല്ലാൻ ശ്രമിച്ചതായിരിക്കാം, അറിയത്തില്ല. പരിക്കേൽപ്പിച്ചത് ഒരു ക്ലയൻ്റാണ്, ഒരു ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് ഇത് ചെയ്യാൻ കാരണം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഹസ്ബൻഡ് അല്ല പറഞ്ഞ വക്കീലാണ് പറയുന്നത്. അതായത് ഈ പരിക്കേറ്റ അച്ഛൻ്റെ മകള് അഡ്വക്കേറ്റ് ലിനി, പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിയുടെ ക്ലയൻ്റായിരുന്നു ഈ പറയുന്ന ഹസ്ബൻഡിൻ്റെ ഭാര്യ, വൈഫ് പ്രൊട്ടക്ഷൻ ഓർഡറിന് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓർഡറിൻ്റെ കേസ് ഇടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഹസ്ബൻഡ് എന്നാണ് ഈ വക്കീൽ നമ്മളോട് പറയുന്നത്, അതായത് ന്യൂസിൽ പറയുന്നത്. ആ ഭാര്യയുടെ കേസ് ഏറ്റെടുക്കല്ലേ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏറ്റെടുത്തത് കൊണ്ടാണ്, പ്രൊട്ടക്ഷൻ ഓർഡർ ആയിരുന്നു ആ കേസ് കേട്ടോ. ആ കേസ് ഫയൽ ചെയ്തത് പ്രൊട്ടക്ഷൻ ഓർഡറിന് വേണ്ടിയായിരുന്നു. അപ്പം അത് ഏറ്റെടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടും വക്കീൽ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് ഈ പറയുന്ന ഹസ്ബൻഡ് പുള്ളിക്കാരിയുടെ, അതായത് വക്കീലിൻ്റെ അച്ഛനെ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മൊത്തം ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, ഇത്ര മാത്രമേ അറിഞ്ഞുള്ളൂ. അറിഞ്ഞ ഉടനെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, പല ഹസ്ബൻഡ്സും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വന്തം വീട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, നിൽക്കരുത് എന്ന് പറഞ്ഞ് റെസിഡൻസ് ഓർഡറും പ്രൊട്ടക്ഷൻ ഓർഡറും ഒക്കെ ഭാര്യമാർ വാങ്ങിക്കുന്നത് വല്ലാത്ത വിഷമമുള്ള കാര്യമാണെന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഇന്നലെ നടന്ന ആ ഒരു സംഭവം, അവിടെ ഭാര്യയുടെ ഭാഗത്ത് സത്യമുണ്ടോ ഇല്ലയോ, കള്ളക്കേസാണോ സത്യമുള്ള കേസാണോ ഒന്നും അറിയത്തില്ല. ഇതുവരെയ്ക്കും അതിനെക്കുറിച്ച് കാര്യമൊന്നും അറിയത്തില്ല. ബട്ട് എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്, ഭാര്യമാരോടാണ് പറയുന്നത്, കള്ളക്കേസ് കൊടുക്കലൊന്ന് നിർത്തുക, കള്ളക്കേസ് കൊടുക്കല്ലേ, വല്ലാത്ത വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഭർത്താക്കന്മാർക്ക് സഹിക്കാൻ പറ്റാവുന്ന അപ്പുറമാണ് ഓരോ ഫോൾസ് കേസും ഫേക്ക് കേസസും നിങ്ങളൊക്കെ ഭർത്താക്കന്മാരുടെ എതിരെ ഇടുന്നത്. അത് ദയവ് ഇത് നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഹസ്ബൻഡ്സിനോട് പറയാനുള്ളത്, ലോ നിങ്ങളുടെ കയ്യിലെടുക്കരുത്, നിയമം നിങ്ങളുടെ കയ്യിലെടുക്കരുത്. ഇതുപോലത്തെ അറ്റാക്കും കാര്യങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്, വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നില്ല. ദൈവത്തെ ഓർത്ത് ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും, പ്ലീസ്.